നമസ്കാരം, ഫൈസൽ കോട്ടക്കലാണ്. സ്വന്തം നാട്ടിലാണ്, കൊട്ടക്കൽ കാവതികളത്താണ്. നമ്മൾ പൊതുവെ ഒരു ചെറിയ വിഷമം വരുമ്പോൾ, ചെറിയ സങ്കടം വരുമ്പോൾ എല്ലാവരും തളരാറുണ്ട്. ചെറിയ അസുഖം വരുമ്പോൾ ആകെ തളർന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതാ ഒരു വലിയ പ്രതിസന്ധി. തൻ്റെ 34-ാമത്തെ വയസ്സിൽ ഒരു പനി വന്ന് 2 കാലുകളും നഷ്ടപ്പെട്ടു. പക്ഷേ അതിനുശേഷം കൃത്രിമ കാലുകൾ വെച്ചിട്ട് നമ്മുടെ നാടിന് അഭിമാനമായി, അതായത് ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി കാണണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന സജിന കോട്ടക്കൽ എന്ന അതിഥിയാണ് നമ്മുടെ ഫൈസൽ വ്ളോഗറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ. ഒപ്പം അതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഈ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരുന്ന ഭർത്താവ്, അതേപോലെ തന്നെ അവരുടെ മക്കൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകരൊക്കെയാണ്. അവരുടെ ഉപ്പ നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ്. ഒപ്പം സജിന ഇന്ന് നല്ലൊരു എഴുത്തുകാരിയാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ 2 കാലുകൾ നഷ്ടപ്പെട്ടിട്ടും ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും നമ്മളതിലുപരി വലിയ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ഇന്നത്തെ ഫൈസൽ വ്ളോഗറിൻ്റെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും. നിങ്ങളുടെ ഈ ഒരു വീഡിയോ കുറച്ച് സമയം നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ എല്ലാം മാറിക്കിട്ടും. എന്താണ് ആ ഒരു സ്റ്റോറിയിലേക്കും എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്, ആ കുടുംബം എങ്ങനെ ഇപ്പോൾ ജീവിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. മക്കളൊക്കെ ഒന്ന് പരിചയപ്പെടണം. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട സജിന, ഭർത്താവ് ജാഫർ ഭായ്, ഉള്ളാടശ്ശേരി കാവതികളത്താണ്. മകൻ്റെ പേര് ജിനാസ്. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവന് വ്യത്യസ്ത സമയങ്ങളിൽ CS സെൻ്ററിനും പെയിൻ ആൻഡ് പാലിയേറ്റീവിനൊക്കെ അവന് കിട്ടുന്ന ക്യാഷ് പാവപ്പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി സഹകരിക്കുന്ന ഒരാളാണ്. 4ാം ക്ലാസ്സിലാണ്. പേര് ജാസിം. ബികോമിന് മൂത്ത മകൻ. 2 മക്കളാണുള്ളത്. ഇവന് കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് അല്ലേ, കോട്ടക്കൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ വോളണ്ടിയറാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും വളരെ ഇൻസ്പിറേഷനാണ് തോന്നുന്നത്. ഉപ്പ മൊയ്തീൻകുട്ടി സാഹിബ് ഉണ്ട്. ഏതായാലും പുതിയൊരു വീഡിയോ നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയുണ്ട്? ഞാൻ സത്യത്തിൽ സജിനയുടെ അമ്മാവൻ കുഞ്ഞിപ്പ, ഞങ്ങളൊക്കെ ചായപ്പൊടി കുഞ്ഞിപ്പ എന്ന് വിളിക്കും, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കുഞ്ഞിപ്പാൻ്റെ കുറേ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കുഞ്ഞിപ്പ ഭയങ്കര പോസിറ്റീവാണ്, എല്ലാ വിഷയത്തിലും ഭയങ്കര പോസിറ്റീവാണ്. ഏതായാലും സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഈ ഫൈസൽ വ്ളോഗർ ചാനലിലേക്ക് സജിനയെ പരിചയപ്പെടുത്തുക. സജിന നല്ലപോലെ ഇപ്പോൾ എഴുതുന്നുണ്ട്. അതിലുപരി വലിയൊരു പ്രതിസന്ധി, പൊതുവേ നമ്മളൊക്കെ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ തകർന്നു പോകുന്ന ആളുകളാണ് നമ്മളാളുകൾ. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു പ്രയാസം വന്നപ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു കാര്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒപ്പം ഇപ്പോൾ എഴുത്ത് തുടരുന്നു, അതേപോലെ തന്നെ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നു. ഒപ്പം മക്കളുടെയും കുടുംബത്തിൻ്റെ ആ സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ നമുക്കറിയേണ്ടത് ആക്ച്വലി എന്താണ് സംഭവിച്ചത്. നമുക്ക് 2 ലൈഫാണുള്ളത് സജിനക്ക്. ഒന്ന് ഈ കാലുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ നമ്മുടെ എല്ലാ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള കാലഘട്ടം, അതിന് ശേഷമുള്ള ജീവിതവും എന്ത് സംഭവിച്ചതാണ് ഇത്? ഞാൻ കഴിഞ്ഞ 34 വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ നല്ലപോലെ ജീവിച്ചിരുന്ന ഒരാളാണ്. പെട്ടെന്ന് ഒരു പനി വന്നതാണ്. പനി വന്ന് 2 ദിവസം അഡ്മിറ്റായി, ഡിസ്ചാർജായി. വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് വണ്ടി ഇറങ്ങി നടക്കാൻ ഒരു പ്രയാസം പോലെ വന്നു. അപ്പോൾ നമ്മളെ കാല് ഇങ്ങനെ മസിൽ കയറുന്ന പോലെ തണുപ്പ് ആയി വന്ന് അങ്ങനെ വീട്ടിലെത്തി. പിന്നെ എനിക്ക് ഒന്നും ബെഡ്റൂമിൽ നിന്ന് നീക്കാനോ ഇറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഭയങ്കര വേദന, സഹിക്കാൻ പറ്റാത്ത വേദന. ഇപ്പോൾ മക്കളിൻ്റെ അടുത്തില്ല, ഭർത്താവില്ല. ഞാൻ അന്ന് എൻ്റെ വീട്ടിലേക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോയത്. അപ്പോൾ എനിക്ക് മക്കളെ കാണണം, ഭർത്താവിനെ കാണണം എന്നൊക്കെ എന്തൊക്കെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. എന്തോ സംഭവിക്കാൻ പോവുകയാണെന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ തന്നെ ഫോൺ വിളിച്ചിട്ട് ഇവിടുത്തെ ഭർത്താവിൻ്റെ അമ്മക്ക് ഫോൺ വിളിച്ചിട്ട് മക്കളായിട്ട് വരാൻ പറഞ്ഞു. എനിക്ക് മക്കളെ കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉമ്മയും ഉപ്പയും കൂടി ഇവിടുന്ന് വന്ന് ഇപ്പോൾ എൻ്റെ മാമനക്ക് വിളിച്ച് കുഞ്ഞിപ്പാക്ക് വിളിച്ചാണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ അപ്പോൾ തന്നെ രണ്ടുമാരും ഇപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് വീണ്ടും ഡിസ്ചാർജായ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു കാലിക്ക് ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുകയാണ്, അത് കാരണം എക്സ്റേ എടുക്കണം. അപ്പോൾ ഇവിടുന്ന് അൽമാസിൽ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അൽമാസ് ചെന്ന് അൽമാസിലെത്തി. അവിടുന്ന് എക്സ്റേ എടുത്തപ്പോൾ തന്നെ 2 കാലും പൂർണ്ണമായിട്ട് സർക്കുലേഷൻ ഇല്ലാതായിക്കണ്. അപ്പോൾ അത് കാരണം എവിടേക്കെങ്കിലും മാറ്റണം, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ആംബുലൻസ് പിടിച്ചിട്ട് കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ പോയി.
കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ പോയി ആ പോണ ഇതിലൊക്കെ ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റണില്ല. കാരണം അത്രക്കും അമ്മോനെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു പേടിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞിരുന്നു. ഒരു ബഹുമാനം പേടിയുള്ളതല്ല. ആ അമ്മോനെ പോലും ഞാൻ വണ്ടിയിൽ നിന്ന് വേദന കൊണ്ട് അടിച്ചേക്കണെന്നാണ് ഇവരൊക്കെ പറയണത്. എനിക്ക് ഓർമ്മയില്ല, ഇവർ പറഞ്ഞറിയാണ് മോനക്ക് അടിയിട്ടീക്കണെന്നൊക്കെ പറഞ്ഞത്. വേദന സഹിക്കാൻ പറ്റാതായപ്പോൾ അങ്ങനെ അവിടെ എത്തി 3 ദിവസമാണ് അവിടെ ICU കിടന്നത്. 3 ദിവസത്തിൽ 2-ാം ദിവസം ആണ് വേദന മാറിയത്. 2 ദിവസം ഭയങ്കര വേദനയായിരുന്നു, ICUലായിരുന്നു. പിന്നെ അവിടുന്ന് അവർ ആദ്യം ഒരു ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞ്, പുറത്ത് ഒരു ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞിരുന്നു. ഒരു 50,000 റുപ്യേൻ്റെ ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞ് ഉപ്പാനെ കൊണ്ട് എഴുതി ഒപ്പിട്ടൊക്കെ വാങ്ങിച്ച്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞത് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഹാർട്ടിന് ബ്ലോക്ക് വരുന്ന പോലെ കാലിനൊരു ബ്ലോക്ക് വന്നതാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ചിലപ്പോൾ 2 കാലൊക്കെ ഉണ്ട്, ചിലപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് മേലക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇഞ്ചക്ഷൻ വെക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ICUക്ക് മാറ്റിയത്. അവിടുന്ന് 2-ാം ദിവസം രാവിലെ എനിക്ക് വേദന മാറി, കാലിന് തരിപ്പായി, 2 കാലും ഭയങ്കര തരിപ്പ്. ആ തരിപ്പ് വന്ന് ഒരു കുറച്ച് സമയമായപ്പോഴത്തേനും കാല് ഒരു വയലറ്റ് കളറിൽ വന്ന്, പിന്നെ അത് ബ്ലാക്ക് കളറായി. അങ്ങനെ പിന്നെ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെക്കൊണ്ട് പറ്റണ ഇതിന്നൊക്കെ കഴിഞ്ഞേക്കണു, 24 മണിക്കൂർ കൊണ്ട് എന്തും സംഭവിക്കാന്ന്. പുറത്താരേനെ അറിയിക്കാം, 24 മണിക്കൂറിൽ എന്തും സംഭവിക്കാന്നുള്ള അന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഭർത്താവിനെ വിളിച്ച് ഇവരെ അറിയിച്ച് അവർ പിറ്റേന്ന് തന്നെ നാട്ടിലെത്തി. അന്ന് വൈകുന്നേരം റൂമൊക്കെ മാറ്റിയപ്പോൾ അവിടുന്ന് നമ്മളെ ജോൺ മാത്യു സാറിന്, വലിയൊരു SIMS ഹോസ്പിറ്റലിലുള്ള ജോൺ മാത്യു സാറിന് ലെറ്റർ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ട്. ഇപ്പോൾ മനസ്സിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്താ സംഭവിക്കുക, എനിക്ക് ഇനി ജീവിതം തിരിച്ച് കിട്ടൂലേ, മക്കളടുത്തേക്ക് വരാൻ കഴിയൂലേ എന്നൊക്കെയുള്ള ആ ഒരു പേടിയായിരുന്നു. ഏതായാലും റബ്ബ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ വെല്ലൂർക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വൈകുന്നേരം വണ്ടി വന്ന് ഞങ്ങൾ ആംബുലൻസിൽ പോയി യാത്രയിലൊക്കെ മനസ്സിലേക്ക് ഭയങ്കര ആംബുലൻസ് കിടന്നൊക്കെ ആരൊക്കെ ഇങ്ങനെ അടുത്തേക്ക് വരുന്ന പോലെയും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വണ്ടി ഇരുന്നിട്ട് അങ്ങനെ ഇവരോടൊക്കെ ഓരോന്ന് സംസാരിക്കുക, ആരോ വരുന്നുണ്ട്, എനിക്കെന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരവും. അപ്പോൾ നോർമലല്ലാത്ത പോലത്തെ ഒരു സംസാരം വന്നപ്പോൾ ഇവർക്കും കൂടുതൽ പേടിയായി. അങ്ങനെ ആ യാത്ര രാവിലെ പുലർച്ചെ ഒരു 3 മണി സമയമായപ്പോൾ ഞങ്ങൾ വലിയൊരു ഹോസ്പിറ്റലിലെത്തി. ഇവിടുന്ന് നമുക്ക് ലെറ്റർ തന്നെ റോമറ്റോളജി വാർഡിലാണ്. അപ്പോൾ റോമറ്റോളജീൻ്റെ ഡോക്ടർമാർ വന്ന്, അവരൊരു 10-25ഓളം ഡോക്ടർമാരുണ്ടായിരുന്നു. അവർ ഒന്നിച്ച് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇതായി അവർ റൂമിലേക്ക് ആക്കി. റൂമിലാക്കി വന്നതിന് ശേഷം അവർ നമ്മളടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെയാണ് സംഭവിച്ചത്, 3 ദിവസം കൊണ്ട് ഇങ്ങനെ കളറ് മാറി എന്നൊക്കെ, കാല് കളറ് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവർ ഡോക്ടർമാരൊന്നിച്ച് ഇങ്ങനെ ചർച്ചയും ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിക്ക് ഞാൻ എന്തോ പേടിച്ച പോലത്തെ എന്തോ സംഭവിക്കണോ ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഡോക്ടർമാർ വന്നിട്ട് കാര്യങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് സംസാരിച്ചു. അതിൻ്റെ ശേഷം വാസ്കുലർ സർജറി ഡോക്ടർമാർ ഒരു 10-25ഓളം ഡോക്ടർമാർ, അവരെല്ലാം അങ്ങനെയാണ്, 10-25ഓളം ഡോക്ടർമാർ വന്ന് അവരും സംസാരിച്ചു. വൈകുന്നേരം വന്ന് ഉപ്പാൻ്റെ അടുത്ത് അവർ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എന്താണോ മനസ്സിൽ കരുതിയത് അതുതന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒഴിവാക്കല്ലാതെ 2 കാലും ഒഴിവാക്കേണ്ടി വരും, കാരണം ആ ഭാഗം അങ്ങോട്ട് മരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 2 കാലും ഒഴിവാകാൻ വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് കേട്ടപ്പോൾ ഇവരാരും എൻ്റെ അടുത്ത് പറയണില്ല, പക്ഷെ എനിക്കത് മനസ്സിലായിരുന്നു ആരും പറയണില്ലെങ്കിലും. അങ്ങനെ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ ഒന്നിനും പറ്റണില്ല. ഞാൻ ഇരിക്കണ ബെഡ്മന്നൊന്ന് നീച്ചിരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. നമ്മളെ സ്വയം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയണില്ല, എല്ലാം ബെഡ്മേൽ, എല്ലാത്തിനും മറ്റുള്ളൊരു സഹായം വേണം. നീച്ചിരിക്കാൻ പോലും എന്ന് പറഞ്ഞ പോലെ പറ്റാതെ ഇരിക്കണ സാഹചര്യത്തിലാണ്. അപ്പോൾ പിന്നെ എന്തോന്നറിയില്ല, 2 കാലിനും തീരെ ചലനമില്ല. ഇങ്ങനെ കിടന്ന പടമൊക്കെ കൈകൊണ്ട് വേണം എടുത്തിട്ട് വെക്കാൻ കാലമൊക്കെ. പിന്നെ എല്ലാവരും പ്രാർത്ഥന ആവാം, ഞാൻ എപ്പോഴും അതിലാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ഉറ്റവരെല്ലാവരും നാട്ടുകാർ എല്ലാവരും പ്രാർത്ഥന കൊണ്ടാവാം. ഇവർ സർജറി ചെയ്യണം, 3-ാം ദിവസം തന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞതായിരുന്നു. ആ സമയത്ത് ചലനമില്ലാത്ത എൻ്റെ കാലുകൾ ചെറുതായിട്ട് ചലനം വന്ന്, അപ്പോഴത്തേന് ഡോക്ടർമാർ പറഞ്ഞത് എന്താ ഇങ്ങനെ ചലനം വന്ന കാരണം നമുക്കൊരു 6 മാസം വെയിറ്റ് ചെയ്യാം, എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാമെന്ന് പറഞ്ഞു. കുറച്ച് വലിയ കുഴപ്പമില്ലാതെ കാലിനൊരു ചെറിയ ചലനം വന്നപ്പോൾ അവർ ഡിസ്ചാർജായി നമ്മൾ നാട്ടിൽ വന്ന് പിന്നെ ആഗസ്റ്റിലായിരുന്നു സംഭവം, സെപ്റ്റംബറിലായിരുന്നു. ഒക്ടോബറിൽ വീണ്ടും 3 ദിവസത്തിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി പോയി. ആ ഇഞ്ചക്ഷൻ അടിച്ച് വന്നപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ
ഡോക്ടർമാർ തന്നെ പറഞ്ഞു ബെറ്ററാണ്, കാരണം നമ്മൾ മുമ്പ് കണ്ടതിനേക്കാളും ബെറ്ററാണ്, ഇതുവരെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് നാട്ടിൽ പോവാം, 3 ദിവസത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് നാട്ടിൽ പോവാമെന്ന് പറഞ്ഞു. നവംബറിൽ വീണ്ടും ഇഞ്ചക്ഷൻ അടിക്കാൻ വരുന്ന സമയത്തിൽ ഒരു 10 ദിവസം മുമ്പേ എനിക്ക് വീണ്ടും പനി വന്നു. ആ പനി ഇപ്പോഴും ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പുറത്ത് പോകാനുള്ള ഒരു പ്രയാസമൊക്കെ ആ ഒരു പനി ആലോചിച്ചിട്ടാണ്. അപ്പോൾ പനി എടുക്ക് 2019 ഇവർ നാട്ടിൽ വന്നത്. പിന്നെ അതിൻ്റെ ശേഷം പോയിട്ടില്ല. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പനി വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിറലും കാലിന് വീണ്ടും വേദന പോലെ വന്ന്. അപ്പോൾ വേഗം നമ്മൾ സിംസിൽ എത്തിനേക്കാളും പെട്ടെന്ന് നമ്മൾ ബേബി ഹോസ്പിറ്റലിൽ തന്നെ എത്തി. അപ്പോൾ അവിടുന്ന് അവർ കൾച്ചർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നന്നായിട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾ വെല്ലൂർക്ക് തന്നെ പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും വെല്ലൂർക്ക് തന്നെ ഒരു ഭയങ്കര യാത്ര എന്ന് പറഞ്ഞാൽ യാത്രേനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ നമ്മൾ ഒരേ ഇരുന്ന് ഒരു ദിവസം മൊത്തം ഇരിക്കുകയാണ്. ഒന്ന് മറ്റുള്ളവർ പുറത്തിറങ്ങുമ്പോഴും നമുക്കൊന്ന് പുറത്തിറങ്ങാനോ ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. ഈ ഇരുന്നാലുള്ള യാത്ര മനസ്സിന് എത്ര പേടിയാണ്. അവിടെ എത്തണമല്ലോ എന്നുള്ള ആ ഒരു പേടിയിൽ അങ്ങനെ പോയി. വെല്ലൂർ പോയി. അവിടെ ഞങ്ങൾ അവിടെ നിൽക്കും. സാന്ത്വന എന്ന് പറഞ്ഞ ഒരു സെൻറ്ററിലാണ് നിൽക്കൽ. അവിടെ നമ്മൾ ഒരുപാട് എല്ലാ ഭാഷയും എല്ലാ മലയാളികളും എല്ലാം ഉണ്ട്. ക്രിസ്ത്യൻസിൻ്റെതാണ്. നമുക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് അവിടുന്ന്. അങ്ങനെ അവിടെ CH സെൻറ്റർ മാരി ക്രിസ്ത്യൻസിൻ്റെ ഒരു സാന്ത്വന ഗേറ്റ്സൺ സെൻറ്റർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവിടുന്ന് അച്ഛനെ ഒക്കെ സംസാരിച്ചാണ്ട് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനുള്ള ഒരു ഇതെടുത്ത് അങ്ങനെ വീണ്ടും പോയി. വീണ്ടും ചെന്ന് അവർ അപ്പോൾ ഒന്ന് പറഞ്ഞു ഇത് എന്തായാലും ഇനി നമുക്ക് 6 മാസം വെയിറ്റ് ചെയ്യണ പരിപാടി നമുക്ക് പറ്റില്ല, എന്തായാലും ഇത് മുറിച്ച് കളയുന്ന വേണമെന്ന് പറഞ്ഞു. അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത്. അപ്പോഴത്തേക്ക് ഇവർ ഗൾഫിൽ തന്നെ പോയിരുന്നു. ഭർത്താവ് ആ വരവ് വന്നാണ്ട് രണ്ടാമത് പോയിരുന്നു. അപ്പോൾ ഇത് മുറിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷന്. വീണ്ടും ഇവർ വരണം കാണണം എന്നൊക്കെ ഉള്ള ഒരു മനസ്സന്നായി. അങ്ങനെ അവിടെ ഞങ്ങൾ ഈ റൂമിൽ നിൽക്കുമ്പോഴും ഭയങ്കര ഉമ്മാൻ്റെ ഇപ്പാൻ്റെ മുമ്പിൽ ഞാനും ഉമ്മിപ്പിയും കൂടിയും ഒരു റൂമിൽ ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് മനസ്സ് തുറന്ന് കരയാൻ പോലും പറ്റാത്തൊരു ടൈം. കാരണം നമ്മളെ സങ്കടം കണ്ടിട്ട് അവർ സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ വയ്യ. എനിക്കെന്ത് വന്നാലും ഞാൻ സഹിക്കും. പക്ഷേ നമ്മുടെ ഉമ്മാരും ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പറഞ്ഞില്ലേ, ഞങ്ങൾ 6 പെൺകുട്ടികളായിരുന്നു. അപ്പം രണ്ടാമത്തെ ആളാണ് ഞാൻ. 6 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ അവർ ഇതുവരെ ഒക്കെ എത്തി 6 മക്കളെയും കല്യാണം കഴിഞ്ഞ് അൽഹംദുലില്ലാ ഇപ്പോൾ റാഹത്തിൽ നല്ല സന്തോഷത്തിൽ അവർ കഴിയണ ഈ ഒരു സമയത്ത് ഇതിലും വലിയൊരു ഇത് അവർക്ക് ഇനി വരാനില്ല. ഇതിലും വലിയൊരു ദുരന്തം നമ്മളെ മക്കൾക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ. അപ്പോൾ അവരെ മുന്നിൽ നിന്ന് ഇവർക്കൊന്ന് ഫോൺ ചെയ്തിട്ട് എനിക്ക് ഫോൺ ചെയ്യുമ്പോൾ ഒന്ന് കരയാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ജീവിച്ച ഒരു സമയം വല്ലാത്തൊരു. കാരണം അത് സർജറി വേണം, 10 ദിവസം കഴിഞ്ഞിട്ട് അവർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 10 ദിവസം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് വിളിച്ചാൽ ഇവർ ഫിക്സ് ചെയ്ത 10 ദിവസം ആണിൻ്റെ മുമ്പ് തന്നെ രണ്ടാമത് കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇന്ന് തന്നെ അഡ്മിറ്റ് ആവണം, 10 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ഇത് ഇപ്പോൾ ഇൻഫെക്ഷന് ബ്ലഡ് കയറിയിട്ടില്ല. ഇൻഫെക്ഷൻ ബ്ലഡ് കയറി കഴിഞ്ഞാൽ നമ്മൾ ജീവന് ഇല്ലാതാവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തുന്നേക്കാളും നല്ലത് ഭർത്താവ് വരാൻ കാത്തു നിൽക്കാതെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അങ്ങനെ ആ ദിവസം വന്ന് എനിക്ക് മക്കളെ കാണണം എന്ന് പറഞ്ഞ മക്കളും ഇവിടുത്തെ അമ്മയും ഇവരെല്ലാവരും രാവിലെ എത്തി. എത്തിയിട്ടില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി കൊണ്ടുപോയി ഓരോരുത്തരും ഇങ്ങനെ ഓപ്പറേഷന് കൊണ്ടുപോകുന്നുണ്ട്. രാവിലെ ഒരു 9 മണിക്ക് കയറ്റിയിട്ട് ഒരു 4 മണിയായിട്ടും ഞാൻ അവിടെ കിടക്കുകയാണ്. അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള ആൾക്കാരെങ്ങനെ കൊണ്ടുപോകേണ്ടത് ഇങ്ങനെ നമ്മൾ ഓർത്ത് കിടക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെയുള്ള ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യണത്, എനിക്ക് ഇവർ വന്നിട്ട് ചെയ്താൽ മതി, എനിക്ക് അവരൊന്ന് കാണണം, ഞാൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അവരെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു മനസ്സാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ മുറിച്ച് കളഞ്ഞാലും നിങ്ങൾക്കൊന്നും സംഭവിക്കൂല, കാരണം അത് ഞങ്ങൾ ഒരുപാട് ഇവിടെ നടക്കണതല്ലേ, നമുക്കിത് ആദ്യമായിട്ടാണെങ്കിലും. അപ്പോൾ അവർ സമയമില്ല, നമ്മൾ സർജറി ചെയ്തില്ലെങ്കിലാവും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുക ആ ഒരു രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഏതായാലും ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു രാത്രി റൂമൊക്കെ കൊടുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മാൻ്റെ അപ്പത്തെ ആ കരച്ചിൽ ഇന്നും എൻ്റെ കാതുകളിലുണ്ട്. ഉമ്മ കരയണത്. അപ്പോൾ മാമൻ്റെ മോനും ഉണ്ട്, മാമനുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തോ എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു. ഇങ്ങനെ ഭയങ്കര വേദന. നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ട് ബോധം വന്ന സമയത്ത് മലയാളികളെല്ലാം ഒക്കെ
തമിഴും ഒക്കെ പറയുന്ന ഡോക്ടർമാരല്ലേ, കുറച്ചൊക്കെ തമിഴ് ഞാൻ സംസാരിക്കും, അറിയും. എന്നാലും നമുക്ക് ഈ വേദന കാരണം എനിക്ക് ഈ ഒരു കാല് മുട്ടിൻ്റെ ചോടയും മുറിച്ചത്, ഒരു കാലിൻ്റെ പാദമാണ് മുറിച്ചത്. അപ്പം ഈ കാലിന് വലിയൊരു പ്രശ്നമില്ല, ഈ കാല് ഭയങ്കര വേദന. ഞാൻ ഈ തരിപ്പ് മുറിച്ച് കഴിഞ്ഞാലെങ്കിൽ ഈ തരിപ്പ് മാറുന്ന ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് എൻ്റെ പാദവും വിരലുകളൊക്കെയാണ് തരിക്കണത് എന്നാണ്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞാൽ ഈ ഒരു അസ്വസ്ഥത മാറുമല്ലോ, ഈ വേദന അസ്വസ്ഥത ആ ഭാഗം പോയി കഴിഞ്ഞാൽ ഇനി അങ്ങനെ ആവും എനിക്ക് വിധി. റബ്ബിന് നമ്മളെ വിധിനോട് പൊരുത്തപ്പെടില്ലാതെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇതേ ഫീൽ തന്നെ ശരീരത്തിന്. അങ്ങനെ ഒരു അവയവം അവിടുന്ന് പൊയ്ക്കണമെന്ന് അറിയണില്ല. ഇത് ഇങ്ങനെ അവർ വന്ന് ബന്ധുക്കാരൊക്കെ വന്ന് അവർ പുതപ്പെടുത്തിട്ട് പൊന്തിച്ച് നോക്കിയപ്പോൾ എന്തോ ഞാൻ പറഞ്ഞു ആരും എന്നെ കാണാൻ വരണ്ട, റൂമിക്കാരും കയറണ്ട, എനിക്കെന്തോ മനസ്സിൻ്റെ ടെൻഷനുണ്ട്, ആരടുത്തും വരണ്ട, എൻ്റെ ഉമ്മ പോലും വന്നപ്പോൾ ഞാൻ വരണ്ട എൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം രണ്ടാം ദിവസമാണ് ഇവരെത്തിയത്. എനിക്കെന്തോ ആരോടും സംസാരിക്കാൻ തോന്നണില്ല. നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മളെ മക്കൾക്കൊന്നും വിളിക്കൂലേ, ഒപ്പമുള്ള ഉമ്മമാരോടൊന്നും സംസാരിക്കൂല. പക്ഷെ അതിനൊന്നും കഴിയാതെ, ഒരു ഫോൺ എടുക്കാൻ കഴിയാതെ, ഇവർക്കൊക്കെ അതിലേറെ ടെൻഷൻ, കാല് പോയതിനേക്കാളും വലിയ ടെൻഷൻ ഞാൻ മിണ്ടാതായപ്പോൾ. അപ്പോൾ അത് പിന്നെ ഇവർ വന്നതിൻ്റെ ശേഷം പിന്നെ കുറേ ഇവരെ കണ്ടപ്പോൾ കുറേ ഒരു മനസ്സൊക്കെ കുറേ ഒരു സമാധാനം വന്നു. വലിയ സപ്പോർട്ടാണ് തന്നത്. വലിയ സപ്പോർട്ടാണ് തന്നത്. കാരണം ഇവര് വന്ന് കാലല്ലേ പോയിട്ടുള്ളൂ, ഞാനില്ല എനിക്ക് എന്നുള്ള ആ ഒരു വാക്കുകൾ തന്നെ മതിയല്ലോ. പക്ഷെ ചേർത്ത് പിടിക്കല്. പിന്നെ നാട്ടിൽ വന്നിട്ട് നമ്മൾ പാലിയേറ്റീവിലെ സിസ്റ്റർമാരാണ്, കനിവ് പിന്നെ പാലിയേറ്റീവത്തെ സിസ്റ്റർമാർ, നമ്മളെ ഹെൽത്ത് സെൻ്ററിലത്തെ സിസ്റ്റർമാരൊക്കെ ഡെയിലി ഡ്രസ്സിങ്ങിന് വരുമായിരുന്നു. അപ്പോൾ അവര് രണ്ടും ഒരു കാലിൻ്റെ പാദം, വലത്തെ കാലിൻ്റെ പാദവും ഇടത്തെ കാലും മുട്ടിൻ്റെ ചോടയും കട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ മുറിവ് മുട്ടിൻ്റെ ചോട കട്ട് ചെയ്ത് ആ മുറിവ് വേഗം ഉണങ്ങി. ഒരു 2 മാസം കൊണ്ട് തന്നെ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങി. പക്ഷേ ഈ കാലിൻ്റെ മുറിവ് ഉണങ്ങണില്ല. അപ്പം അത് 1-2 പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒരിക്കൽ പുറത്ത് കുട്ടികൾ വന്ന് വെല്ലടിച്ചപ്പോൾ പെട്ടെന്ന് കാലുള്ള ഓർമ്മയിൽ നീച്ചു നിന്നു. അപ്പോഴും ആ കാല് വെച്ച് കുത്തി വീണ്ടും അത് മുറിവായി. അങ്ങനെ ഒരു 6 ഓപ്പറേഷൻ ഈ കാലുമ്പോൾ നമ്മൾ അൽഷിഫേന്ന് ചെയ്തു. അങ്ങനെ ഇൻഫെക്ഷൻ ആവും, പൈക്കും, അത് കീറി കളയും, വീണ്ടും ആവും. അങ്ങനെ ഒരു 6 ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഈ ഒരു പാദം ഇതിങ്ങനെ മടമ്പ് ഒരു ഉണ്ടം ആയിക്കൊണ്ടിരുന്നു. അത് എവിടെ വെച്ചെന്നാലും അതിങ്ങനെ തട്ടും. അപ്പോൾ ഇവിടുന്ന് ഡോക്ടർമാർക്ക് ഇവിടുന്ന് ചെയ്യാനും ഭയങ്കര. പിന്നെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു മുട്ടിൻ്റെ ചോടന്നെ മുറിക്കേണ്ടി വരും, എന്നാലേ ഇത് മാറുള്ളൂ. രണ്ടാമത് മുട്ടിൻ്റെ ചോടന്നെ ഈ കാലം മുറിക്കേണ്ടി വരും, അപ്പോഴേ അത് പൂർണ്ണമായിട്ട് മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കാരണം അപ്പം എനിക്ക് സമ്മതിക്കേണ്ടിരുന്നു. കാരണം എനിക്ക് അപ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം മാനസികമായിട്ട് ഞാൻ നഷ്ടപ്പെട്ടോട്. കാരണം 2 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചു. ഇനി അതിൻ്റെ അപ്പുറം ഇല്ല, ഇപ്പൊ പിന്നെ അപ്പൊ അത് ഞാൻ ഇങ്ങനെ വെല്ലൂർക്ക് തന്നെ വീണ്ടും പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കാലം മുറിക്കണം. അപ്പോൾ ഞാൻ സമ്മതിച്ചു, ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല. പിന്നെ കാരണം ഈ കാല് പെട്ടെന്ന് ഉണങ്ങിയല്ലോ 2 മാസം കൊണ്ട്. അതുപോലെ ഇങ്ങനെ ഉണങ്ങിയാൽ ആർട്ടിഫിഷ്യൽ വെച്ച് നടക്കാൻ പറ്റുമെങ്കിൽ എന്റെ മനസ്സുകൊണ്ട് ഞാൻ അതിന് പാകപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ അപ്പൊ 2 കാലം ഇപ്പൊ അങ്ങനെ ആയി. ആർട്ടിഫിഷ്യൽ ലെഗ് വെക്കുന്നു, വീൽ ചെയർ ഇരിക്കുന്നു. ഏതായാലും സജിന, നമ്മളെ പ്രേക്ഷകർ ഇപ്പൊ അറിയേണ്ടത് ഇത് വല്ലാത്തൊരു തന്നെയാണ്, ഒരു റിയൽ ലൈഫ് ഒരു ആള് ലൈഫിൽ അനുഭവിക്കുന്നതിൽ. കാരണം നിങ്ങൾ നല്ലപോലെ എനിക്ക് തോന്നുന്നത് പഠിച്ചതൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. നല്ല സ്കൂൾ പഠിക്കുന്ന സമയത്ത് നല്ല ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം എല്ലാം കൊണ്ട് ആക്റ്റീവ് ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ കാലുകൾ നഷ്ടപ്പെടുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങളൊരു കുടുംബജീവിതം ഉണ്ട്. ഭർത്താവ് പിന്നെ ഭർത്താവിന്റെ പേര് ജാഫർ, 2 മക്കളൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വാട്സപ്പുകളിൽ ഗ്രൂപ്പുകളിൽ സജീവമാണ്, എഴുതുന്നുണ്ട്, നല്ല മോട്ടിവേഷൻ വാക്കുകൾ വരുന്നുണ്ട്. ലൈഫ് ഒരുപാട് പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെ ചെയ്യും. ഭർത്താവ് നാട്ടിലാണ്. നിങ്ങൾക്കും വേണ്ടി ജീവിതം എത്രത്തോളം സപ്പോർട്ട് ഉണ്ട്? പൊതുവെ ഇങ്ങനെ ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ ഡൈവോഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, ചെറിയ വിഷയത്തിന്റെ പേരിൽ. അപ്പോൾ സത്യത്തിൽ നിങ്ങൾക്കൊരു ഭയങ്കരമായ ഒരു പ്രശ്നം വന്നിട്ട് ഭർത്താവ് നിങ്ങൾ ഒരുമിച്ച്, ഭർത്താവിന്റെ വാക്കുകളാണ് നിങ്ങളെ രണ്ടാമതും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. എന്താ ഭർത്താവിനെ കുറിച്ച് പറയാനുള്ളത്? ഭർത്താവിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഭർത്താവിനെ കുറിച്ച് എന്താ? നമ്മളെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ തളരാതെ ചേർത്ത് നിർത്തി, എല്ലാ ഒരു വൈകല്യം ഉള്ളതൊരു ഇതില്ലാതെ നമ്മളെ ചേർത്ത് നിർത്തി എവിടേക്ക് വേണമെങ്കിലും എന്നെ കൊണ്ടുപോകും ചെയ്യും.
അത്രക്കും സപ്പോർട്ട് തരുന്ന ഒരാളാണ്. പിന്നെ പിന്നെ ബാക്കി കുടുംബക്കാരുടെ സപ്പോർട്ട്, ബാക്കി ഫാമിലി ഞാൻ പറയില്ല, ഉള്ളാടശ്ശേരി ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടി വരും. ഈ ഒരു കുടുംബത്തിൽ വന്നതുകൊണ്ടാവാം ചിലപ്പോ. കാരണം ഞാൻ വേറെ ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബവും ഉമ്മയും ഉപ്പയും ഭർത്താവിന്റെ ഉമ്മ ഉള്ളാടശ്ശേരി ഫാമിലി, കാവരികളം നാട് രണ്ടും എനിക്ക് പറയേണ്ടി വരും. കാരണം ഈ ഇവിടുത്തെ ആൾക്കാരുടെ പ്രാർത്ഥന സപ്പോർട്ടും എല്ലാം കൊണ്ടും ഞാൻ ലഭിച്ച ഒരാളാണ്. പിന്നെ നിങ്ങളുടെ മുഖത്ത് ഭയങ്കര ആത്മവിശ്വാസം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒന്നും അറിയുന്നില്ല. നിങ്ങൾ സത്യത്തിൽ ഒരാള് സജിന കോട്ടക്കലിനെ കാണുമ്പോ, പ്രത്യക്ഷത്തിൽ കാണുമ്പോ ഇത് പറയാതെ ശരിക്കും ഒരു ഭാഗത്ത് ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ, വെറുതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ 2 കാലുകൾ നഷ്ടപ്പെട്ട ആളല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അതെങ്ങനെയാണ്? എന്താണ് അതിന്റെ സീക്രട്ട്? അത് എന്താ വെച്ചാല് നമ്മളിങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ ഭിന്നശേഷി ഗ്രൂപ്പുകളിൽ തന്നെ നമ്മൾ ആഡ് ഇപ്പൊ അതില് ഞാൻ ഓരോരുത്തർക്കും വിളിച്ചു നോക്കാറുണ്ട്. ഇപ്പൊ വിളിക്കുമ്പോ നമ്മളെക്കാളും പ്രയാസം അനുഭവിക്കണ എത്രയോ ആൾക്കാരുണ്ട്. അന്നൊക്കെ ഞാൻ ഈ ടെൻഷനിലിരുന്ന സമയത്ത് എനിക്ക് പുറലോകത്തിനെ കുറിച്ച് നമുക്ക് അറിയണില്ല. ഇപ്പൊ ഇങ്ങനെ ആയതിന്റെ ശേഷമാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പൊ നമ്മളെക്കാളും പ്രയാസത്തിൽ കിടന്നിടത്തുനിന്ന് നീക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ നമുക്ക് വീടുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്. പിന്നെ ഇങ്ങനെങ്കിലും വീൽ ചെയറിൽ ഇരുന്ന് കാണ്ട് എന്നെ കൊണ്ട് എല്ലാം ഒരുവിധം പരിധി വരെ എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയണുണ്ട്. അപ്പൊ നമുക്ക് വെറുതെ ടെൻഷൻ അടിച്ച് ജീവിതം ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എനിക്ക് പഴയ പോലെ ഒരു ടെൻഷനും സത്യം പറഞ്ഞപ്പോ ഇല്ല, ഒരു കണ്ണീരോ ഒരു ടെൻഷനോ ഇല്ല. മറ്റാരിന്റെ മുമ്പിൽ വരുമ്പോഴും പുറത്തുനിന്ന് ഒരാള് എന്നെ ഒരു പരിചയപ്പെട്ട ഒരാൾ കാണണം എന്ന് പറഞ്ഞു വരുമ്പോ ആള് സങ്കടത്തോടെ വരികയാണെങ്കിലും അവര് പിന്നെ പോയിട്ട് പറയുന്നുണ്ട് സജിനെ കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നണില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കണത് നമുക്കൊരു സന്തോഷാണ്, അങ്ങനെ കേൾക്കണത്. അപ്പൊ എനിക്ക് ടെൻഷൻ ഇല്ല. ഇപ്പൊ പിന്നെ ഇതെങ്ങനെ എഴുതുന്നതൊക്കെ എങ്ങനെയാണ്? ഒരുപാട് വാട്സാപ്പിൽ ഇപ്പൊ ഞാൻ തന്നെ വായിച്ചു, നിങ്ങളുടെ എഴുത്തുകളൊക്കെ മനോഹരമാണ്. അതെങ്ങനെ സാധിക്കുന്നത്? ഇനി എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ വെച്ചാല് എനിക്ക് എൻ്റെ ഒരു ആത്മകഥ രൂപത്തിൽ ഞാൻ എഴുതിയത് ഒരു പുസ്തകമാക്കണം എന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ഇതിനൊക്കെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും എഴുതാറുണ്ട്. പിന്നെ വാട്സപ്പിൽ എഴുതാറുണ്ട്. പിന്നെ കാല് വെച്ചിട്ട് വാക്കറ് പിടിക്കാതെ നടക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിലേക്ക് അതിനുള്ള പരിശ്രമം നോക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ചിട്ട് വാക്കറില്ലാതെ നടക്കാൻ കഴിയണം. അപ്പൊ സാധിക്കും. ഉണ്ട്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന കാല് കുറച്ച് വെയിറ്റ് കൂടുതൽ, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കാലാണ്, കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട്. അപ്പൊ എനിക്ക് വാക്കറ് പിടിക്കാതെ നടക്കാൻ കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് വെല്ലൂര് പോയിട്ട് തന്നെ കാല് വെക്കണം, കാല് വെച്ചിട്ട് നടക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ഒരു ഇതൊന്നും പിന്നെ കാല് നഷ്ടപ്പെട്ടപ്പോൾ ആദ്യത്തെ ഒരാഴ്ച എന്തായിരുന്നു? എന്ത് തോന്നിയിരുന്നു? പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് തിരിച്ചു വന്നത്? പിന്നെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മളെ പാലിയേറ്റീവിന്റെ സിസ്റ്റർമാര് അവര് ഒരുപാട് ആൾക്കാരെ നമുക്ക് പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ കുറിച്ച് അവരിതിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതുപോലെ ഓരോ ഗ്രൂപ്പുകളിൽ അറിയാൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് പിന്നെ കനുവിൻ്റെ CSR ഡോക്ടർ ഒരുപാട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഡോക്ടർമാർ പറയുകയാണെങ്കിൽ തന്നെ നമ്മളെ പെരിന്തൽമണ്ണ അൽഷിഫയിലുള്ള ഡോക്ടർ ഒക്കെ അവരൊക്കെ നമ്മളൊക്കെ സംസാരം കൊണ്ട് പിന്നെ എങ്ങനെ ഇപ്പോ ഇവരുടെ ഭർത്താവിന്റെ ഉപ്പ ഉമ്മ പിന്നെ നിങ്ങളുടെ ഉപ്പ ഉമ്മ അവര് എങ്ങനെ മാറ്റിയെടുത്തു? നിങ്ങൾ മാറ്റിയെടുത്തു? അവര് പാക ഡൗൺ ആയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ സംസാരത്തിലൂടെ? അതെ, അവർക്കൊക്കെ എല്ലാവർക്കും ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ അത് അവരുടെ അടുത്ത് ചോദിച്ചാൽ തന്നെ അറിയാം. കാരണം എൻ്റെ ഈ ഒരു ചിരിയും ഈ ഒരു സംസാരം തന്നെയാണ് ഇപ്പൊ അവർക്കും ഒരു സന്തോഷം. കാരണം ഇല്ലാഞ്ഞ ഞാൻ ഒരു മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിലും വലിയ ടെൻഷനാണ്. അപ്പോൾ ഒരിക്കലും ഇനി അവരെ ടെൻഷനാക്കരുത്. ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത നാട്ടുകാർ, ഇത്രയും എന്നെ നോക്കണ ഭർത്താവിനെയും ഉമ്മാനെയും ഇപ്പാനെയും അവരെനി ഒരിക്കലും ഞാനൊരു വിഷമം വന്നുകാണ്ട് അവരൊരിക്കലും ഞാൻ ഇനി ടെൻഷനാക്കരുത് ഈ ഒരു കാര്യത്തിൽ. ഇപ്പം ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ക്യാമ്പിനൊക്കെ ഭിന്നശേഷി സംഗമത്തിനൊക്കെ പോകുമ്പോൾ ഉമ്മക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ കാല് വെക്കാൻ പോയ സമയത്തും വേറെയുള്ളവരെ കാണുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞമ്മൻ്റെ അടുത്തും ഇവിടെ വന്നാൽ ഇവിടെയൊക്കെ ഞാൻ പറയണത് അതാണ്, ഉമ്മ നമ്മൾ ഇത്രയും കാലം 34 വയസ്സ് വരെ ഞാൻ നടന്നു, നമുക്ക് എല്ലാം ഉണ്ട് എന്ന്, വീടും മക്കളും ഭർത്താവും എല്ലാം ഉണ്ട്. ഇത്രയും ഇല്ലാതെ കിടന്ന കിടപ്പിന്ന് നീക്കാൻ പോലും കഴിയാതെ എത്രയോ ആൾക്കാർ ദുനിയാവിൽ കഴിയണില്ലേ. അപ്പോൾ നമുക്ക് അൽഹംദുലില്ലാ പഠിച്ചവന് ഹൈറല്ലേ തന്നത്.
ഇത്രയും വലിയൊരു സാഹചര്യത്തിൽ നിന്ന് വീൽ ചെയറിലാണെങ്കിലും ഇങ്ങനെ ഇരിക്കാനുള്ളൊരു വിധി എനിക്ക് തന്നു. മക്കളെ കാണാനും ഇങ്ങനെ ഇരിക്കാനും അവർക്ക് ഇന്നെ കാണാനും എനിക്ക് അവരെ കാണാനൊക്കെ ഉള്ളൊരു വിധി തന്നില്ലേ. അപ്പം ഇതിലും വലിയൊരു ഭാഗ്യം നമുക്കില്ല. തന്നെയാണ് നമ്മളെ ഭാഗ്യമാണ്. സജന കോട്ടക്കൽ. ഈ പോസിറ്റീവ് വാക്കുകൾ മതി മറ്റുള്ളവർക്ക്. പിന്നെ എന്തു തോന്നുന്നു, നിങ്ങളാണ് ഇവരുടെ എല്ലാം ഭയങ്കരമായ നമ്മളെല്ലാം സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും, എല്ലാ നമ്മളെ പിന്തുണ ഉണ്ട്, നല്ല സപ്പോർട്ടായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. അവരുടെ ഇതിൽ ഈ പോസിറ്റീവിനെ എങ്ങനെ കാണുന്നു? അവര് ഭയങ്കരമായിട്ടാണ് പറയുന്നത്. അതെ, അതാണ് നമ്മളൊരു ഇതിലുള്ളത്. കൂടെ ഉണ്ടായതല്ലേ നമ്മളെ പോസിറ്റീവായിരുന്നു. അവള് ആദ്യം ഞങ്ങൾക്ക് പേടിയായിരുന്നു, എനിക്കും ഇവിടെ അമ്മക്കും ഭയങ്കര പേടിയായിരുന്നു. മനസ്സ് ആള് പതറോ എന്നുള്ള പേടി, അതിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഞങ്ങളിതിൽ ഞങ്ങൾക്ക് വിഷമിടുന്നില്ല, അവൾക്ക് വിഷമില്ല. ഇപ്പൊ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇപ്പൊ അവളാണ്. ഫസ്റ്റില് വലിയൊരുന്ന് 2 കാലും മുട്ടിന് താഴെ എടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു 2-3 ദിവസം ഊണും ഉറക്കവും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാനും ഉമ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ജാഫർ അവിടെ ഇരുന്ന ഗൾഫിലായിരുന്നു. അതിൻ്റെ ദിവസം വന്നേ. അൽഹംദുലില്ലാ എല്ലാം തരണം ചെയ്തിട്ടുണ്ട്. പിടിക്കാതെ ആ ഒരു ആഗ്രഹമുള്ളൂ. അപ്പോൾ അവള് പറഞ്ഞ ഒരു ആഗ്രഹം തന്നെയാണ്. ശരിയാവും. ഏതായാലും വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത്, ഇത് മതി, മോട്ടിവേഷൻ ക്ലാസ്സിനൊന്നും ഇനി ആരും പോകണ്ട, ഇത് കേട്ടാൽ മതി.